ഹായ് ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് ഈദ് പ്രിപ്പറേഷനും ഈദിന്റെ ഒരുക്കങ്ങളും എല്ലാം കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം നോമ്പ് 29-ന് അന്ന് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയതാണ് കേട്ടോ. നമുക്കിപ്പം നോമ്പ് 30 കിട്ടുമോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ ആ ഒരു ടൈം. അപ്പം നോമ്പ് 29-ന്റെ അന്ന് രാവിലെ ഉമ്മ കുറച്ച് മാങ്ങ അച്ചാറാക്കാന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പറിച്ചിട്ട് പഴുപ്പിക്കാൻ വെച്ച മാങ്ങയാണ്. അപ്പോൾ അത് ഫസ്റ്റ് ഒന്ന് കട്ട് ചെയ്തപ്പോൾ നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ്, നല്ല മധുരമുള്ള മാങ്ങയാനും അങ്ങനെ നോമ്പായതുകൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്ത് വെച്ച മാങ്ങലും അതേപോലെ അച്ചാറാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് കേട്ടാ. അല്ലെങ്കിൽ നോമ്പില്ലാത്ത ടൈമാണെങ്കിൽ ഇത് പകുതിയും തിന്ന് തീരലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു മാങ്ങയിലേക്ക് കുറച്ച് ഉപ്പും ചേർത്തിട്ട് 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉപ്പ് ചേർത്ത് വെക്കുമ്പോൾ മാങ്ങയിലേക്ക് കുറച്ച് ഉപ്പെല്ലാം പിടിച്ച് കിട്ടും. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും വേണം. അപ്പം അതെല്ലാം ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുത്ത് വെക്കുക. ഈ മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ പണിയൊന്നുമില്ല. ഇങ്ങനെ ആക്കുന്ന വീഡിയോ എടുക്കുമ്പോൾ അതായിട്ടാ മനസ്സിലായത്. അപ്പം ഫസ്റ്റ് ടൈമാണ് മാങ്ങാച്ചാർ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇത് ബീട്രൂട്ടിൻ്റെ അച്ചാർ ആക്കലുണ്ടേനു. അത് ഇടയ്ക്കിടയ്ക്ക് ആക്കുന്നതാണ്. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ ബീട്രൂട്ട് അച്ചാർ എന്ന് പറയുന്നത്. അപ്പം ഇതാ ഉലുവയും പിന്നെ കടുകും കൂടിയിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു ചട്ടിയിലിട്ടിട്ട്. അപ്പോൾ ഉലുവൻ്റെ അളവ് ഒരു കാരണവശാലും കൂടാൻ പാടില്ല കേട്ടോ. ഉലുവൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു കയ്പ്പ് ടേസ്റ്റ് വരും അച്ചാറിന്. അപ്പോൾ നല്ല രീതിക്ക് റോസ്റ്റ് ചെയ്തിട്ട് അതൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ചൂട് തണിഞ്ഞിട്ട് വേണം മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചേർത്തിട്ട് കുറച്ച് ഉലുവയും കടുകും കൂടി പൊട്ടിച്ചെടുക്കുക. അങ്ങനെ ഇതാ കുറച്ച് ഉലുവയും കടുകും കൂടി ചേർത്തിട്ട് ഇത് ചൂടായ എണ്ണയിലേക്ക് ചേർത്തിട്ട് അത് പൊട്ടുന്ന ടൈമ് നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണക്ക് പകരമായിട്ട് ഒലിവ് ഓയില അങ്ങനെ എന്തോ ഒരു ടൈപ്പ് ഓയിൽ യൂസ് ചെയ്യുമെന്ന് ഉമ്മ പറഞ്ഞത്. അപ്പോൾ അത് നമ്മളെ വീട്ടിലുണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് വെളിച്ചെണ്ണയിലാക്കിയെടുക്കുന്നത്. അങ്ങനെ ഇതാ ഈ വെളിച്ചെണ്ണയിലിട്ടിട്ട് ഇതെല്ലാം നന്നായിട്ട് ഇങ്ങനെ റോസ്റ്റ് ആകുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. പിന്നെ അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി കൂടി ചേർക്കുക. അപ്പം നമ്മളത് എരിവില്ലാത്ത മുളകായതുകൊണ്ട് തന്നെ ഒരു 4-5 സ്പൂണോളം ചേർക്കുന്നുണ്ട്. എന്നിട്ടും അച്ചാറിന് വലിയ എരിവൊന്നും ഉണ്ടായിട്ടില്ല. ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് എരിവെല്ലാം തോന്നും, പക്ഷെ കുറച്ചധികം തന്നെ ചേർത്താൽ അച്ചാർ കുറച്ച് ടേസ്റ്റ് ഉണ്ടാകും, നല്ല കളറും ഉണ്ടാകും. അങ്ങനെ ഇതാ മുളക് പൊടി കുറച്ച് കുറവാന്ന് തോന്നിയിട്ട് പിന്നെയും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് എരിവില്ലാത്തൊരു ടൈപ്പ് മുളക് പൊടിയാണ്. എരിയുന്ന മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം എരിവ് ആവശ്യമുണ്ടോ അത്രത്തോളം ഇട്ടിട്ട് കുറച്ചൊന്നിങ്ങനെ പതിപ്പിച്ചെടുക്കുക. അങ്ങനെ ഇതാ കുറച്ചും കൂടി മുളകെല്ലാം ചേർത്തിട്ട് കുറച്ചിങ്ങനെ പിന്നെ അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ട് വെച്ച മാങ്ങ ഉണ്ടല്ലോ, ആ ഒരു മാങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പം നല്ല രീതിക്ക് എല്ലാ ഭാഗത്തും മാങ്ങൻ്റെ എല്ലാ ഭാഗത്തും ആ ഒരു മിക്സ് എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം കേട്ടോ. അപ്പം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറിപ്പോകും, കരിഞ്ഞു പോകുമല്ലോ. അതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു ടൈം നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്ത ആ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ, നമ്മുടെ ഉലുവയും കടുകും കൂടി പൊടിച്ചെടുത്തത്, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർക്കുക. എന്തായാലും കുറച്ച് ചേർക്കേണ്ടി വരും. നമ്മൾ മാങ്ങയിൽ ഫസ്റ്റ് ചേർത്ത ഉപ്പ് എത്രത്തോളം ഉണ്ട് നോക്കിയിട്ട് ചേർക്കുക. ഇതിപ്പം നോമ്പായതുകൊണ്ട് തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. പെട്ടെന്ന് ഉപ്പ് അധികമായി കഴിഞ്ഞാലൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. അങ്ങനെ ഇതാ ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് വിനാഗിരി ഇല്ലേ, സുർക്ക, അതും കൂടി ഇട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അച്ചാർ എന്ന് പറയുന്നത് ഇത്രയും പണികളും കേട്ടോ. ആകെ ഒന്നും ആവശ്യമില്ല, കുറച്ച് ഉലുവയും കടുകും വേണം, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ മാങ്ങയെങ്കിൽ മാങ്ങ, ഇത്രയും ആവശ്യമുള്ളൂ. നല്ല ടേസ്റ്റ്, നമ്മൾ കടയിൽ നിന്നെല്ലാം വാങ്ങിക്കുന്ന അതേ ടൈപ്പ് അച്ചാർ അതായിട്ടാ. കാണാനും നല്ല ടേസ്റ്റ് ഉണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇതാ ഒരു നിസ്കാരക്കുപ്പായം വാങ്ങിച്ചിട്ടുണ്ടേനു. അപ്പോൾ എൻ്റെ നിസ്കാരക്കുപ്പായം ഒരു മാറ്റാനായ പോലെയുണ്ട്. അപ്പം നോമ്പിന് മുന്നേ വാങ്ങിക്കണം എന്ന് വിചാരിച്ചതാണ്, അങ്ങനെ വാങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാ പെരുന്നാളാകുമ്പോഴത്തേക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൈൻ്റെ സൈഡിൽ എലാസ്റ്റിക് വരുന്ന ഒരു ടൈപ്പ് വേണമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ടൈപ്പാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായത്. നമ്മളിപ്പോൾ പെരുന്നാക്കെല്ലാം പുതിയ ഡ്രസ്സ് എടുക്കുന്നില്ല, അപ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന കുപ്പായം കൂടി ഇങ്ങനെ ഇടയ്ക്കെല്ലാം ഇങ്ങനെ ചേഞ്ച് ആക്കിയാൽ നല്ലതാണ്. എപ്പോഴും നല്ല നീറ്റായിട്ടുള്ള ഒരു
ഡ്രസ്സ് ഇട്ടിട്ട് വേണ്ടേ നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അലക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം അലക്കി എൻ്റെ കുറച്ച് പർദ്ദയും ഡ്രസ്സും എല്ലാം അലക്കാനുണ്ടേനു. അതെല്ലാം അലക്കി ആറിയിട്ട് ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അതോ ഭയങ്കരമായിട്ട് വെയിലുണ്ടേനു. വൈകുന്നേരം ടൈം ആയിട്ട് കേട്ടോ. എന്നിട്ടും നല്ല വെയിലുണ്ട്. അപ്പോൾ ഇതെല്ലാം ആറിയിട്ട് കഴിഞ്ഞ് പിന്നെ പുറത്തേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടേനു. അങ്ങനെ ഇതാ ഡ്രസ്സെല്ലാം ചേഞ്ചാക്കി പിന്നെ മോളെ മാറ്റി കൊടുക്കണം. അങ്ങനെ ഇതാ മോളുടെ 2 ഉപയോഗിക്കാത്ത കുറച്ച് ഷൂസ് എല്ലാം ഉണ്ട്. ഉപയോഗിക്കാത്തതെന്ന് വെച്ചാൽ ഇങ്ങനെ ഇട്ട് തന്നെ ഷൂസ് എല്ലാം ഉണ്ടാവുമല്ലോ, അതെല്ലാം എടുത്ത് കളയാന്ന് വിചാരിച്ച്. അപ്പൊ ഇങ്ങനെ ഭയങ്കര സങ്കടമാകും കേട്ടാ. ഇങ്ങനെ ഷൂസ് എല്ലാം ഇങ്ങനെ കളക്ട് ചെയ്ത് നോക്കുന്നതുപോലെ ഞാൻ വെച്ചതേനു. പിന്നെ നന്ന ചീത്തയായത് ഇപ്പൊ നടക്കുന്നതല്ലേ, അതുകൊണ്ട് തന്നെ അങ്ങനെ നന്ന ഇങ്ങനെ കീറിയ പോലെ ആയിട്ടുണ്ടേനു, നൂലെല്ലാം വെല്ല പോലെ. അപ്പോൾ അതൊന്നും പിന്നെ വെച്ചിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് അതെല്ലാം എടുത്ത് അങ്ങനെ കളഞ്ഞിട്ടുണ്ടേനു. അങ്ങനെ ഇതാ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇന്ന് പുറത്ത് പോയിട്ട് നോമ്പ് തുറക്കുക, കുറച്ച് പരിപാടികൾ അങ്ങനെയെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടാ പോകുന്നത്. അങ്ങനെ ഉമ്മാന്റെ ഒരു ഡ്രസ്സ് പെരുന്നാൾക്ക് ഒരു ഡ്രസ്സ് ഓൾട്ടർ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. വീട്ടിന്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഡ്രസ്സ് വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് ഞാനും അനിയത്തിയും പോക്കേനു. അങ്ങനെ ഇതാ മോളെയും കൂടി കൂട്ടിയിട്ടുണ്ട്. അവിടെ ട്രെയിനെല്ലാം കാണും കേട്ടോ അവിടെ നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രെയിനെല്ലാം കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൂട്ടിയതാണ്. അങ്ങനെ ഈ ഒരു സ്ഥലം കണ്ട ഇവിടെ നല്ല വ്യൂ ആണ് കേട്ടോ. ഇങ്ങനെ സൈഡിലെല്ലാം ആ ഒരു ഇലകളെല്ലാം വീണിട്ട് നല്ല അടിപൊളി വ്യൂ ആണ് ഫോട്ടോസ് എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെരുന്നാൾക്ക് നമുക്ക് ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ പറഞ്ഞുകൊണ്ടാണോന്ന് അറിയില്ല, പെരുന്നാൾക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരാൻ വേണ്ടിയിട്ട് തീരെ ടൈം കിട്ടിയിട്ടില്ല. അങ്ങനെ എന്താ നമ്മളിങ്ങനെ റോട്ടിലൂട്ട് മെല്ലെ മെല്ലെ നടന്ന് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. നല്ല കാറ്റെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഡ്രസ്സെല്ലാം വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവച്ചിട്ട് പിന്നെ നമ്മൾ ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനും ഹസ്ബൻഡും മോളാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഭയങ്കര ബ്ലോക്കേനു. 10 മിനിറ്റ് കൊണ്ട് ടൗണിലെത്തേണ്ട നമ്മൾ 1 മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ചിങ്ങനെ നടന്ന് കുറച്ച് ഡെയിലി വിയേഴ്സ് ആയിട്ടുള്ള ഡ്രസ്സെല്ലാം വാങ്ങിക്കണേനു. അങ്ങനെ ഇതാ ഞാൻ എപ്പോഴും വാങ്ങിക്കുന്ന ചൈനീസ് മേളത്തെ ഒരു സംഭവം കേട്ടോ, അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നല്ല ക്വാളിറ്റിയിൽ നല്ല അഫോർഡബിൾ ആയിട്ട് ഡ്രസ്സെല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല മോഡൽ കിട്ടും കേട്ടോ. അങ്ങനെ ഇതാ മോളെ കുറച്ച് അടക്കിയിരുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങിയിട്ട് കൊണ്ടുവരാൻ പറ്റി ജംസ് വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ കയറിയതാന്ന്. പിന്നെ നമ്മൾ എവിടെ പോകുന്നുള്ളൊരു പ്ലാനിലാണ് ഇങ്ങനെ നടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് അനിയത്തിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അനിയത്തി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുന്നതാണ്. അപ്പൊ നമ്മൾ അവിടെ എത്തുമ്പോൾ ബസ്സിന് കാത്തിക്കുന്നുണ്ടായിട്ട് ഓളും കൂടെ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ എപ്പോൾ എങ്ങനെയാലും എത്തുമല്ലോ, അതുകൊണ്ട് നമ്മൾ നടന്നിട്ട് ഇങ്ങനെ പോകേണ്ട സ്ഥലത്തേക്കെല്ലാം പോയിക്കൊണ്ടിരിക്കലാന്ന്. അപ്പൊ ഇതാ റെയിൽവേ സ്റ്റേഷൻ അതിലോട്ടെല്ലാം ക്രോസ് ചെയ്ത് കുറച്ച് ട്രെയിനെല്ലാം കാണിച്ചു കൊടുത്തു പോക്ക്. അങ്ങനെ ഇങ്ങനെ നടന്ന് ഒരു പ്ലാനും ഇല്ലാണ്ടാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ 5:45 അപ്പോൾ 6:45 ബാങ്കാന്നല്ലോ. അപ്പോൾ റാന്തൽ റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ കണ്ണൂര്, അപ്പോൾ അവിടെ പോയിട്ട് നോമ്പ് തുറക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടേക്ക് പോയിട്ടുണ്ടേനു. അപ്പോൾ നമ്മൾ ഇതിന് 2-3 ദിവസം മുന്നേ ഇവിടെ വന്നിട്ടുണ്ടേനു. രാത്രി ഞാനൊരു വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരുന്നപ്പാന്ന് ഇവിടെ ഒരു ഫുഡും ഇല്ലെല്ലാം ക്ലോസ് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് മടങ്ങിപ്പോയത് കേട്ടോ. അപ്പോൾ അന്നേരമാണ് പറഞ്ഞത് ഇവിടെ ഒരു ഇഫ്താർ കിറ്റ് ഉണ്ട്, ഒരു ഇഫ്താർ മീൽസ് പോലത്തെ സംഭവം ഉണ്ടെന്ന്. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പൊ റാന്തലിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് ക്ഷീണിച്ചു വന്ന് അനിയത്തിനെയും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വന്നത്. അപ്പോൾ ഇതാ നമ്മൾ എന്തെങ്കിലും ലൈവ് ഫിഷ് എന്തെങ്കിലും ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നത്. അത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇവിടുന്ന് ഇപ്പോൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഫിഷ് നമുക്ക് എടുത്തിട്ട് അവർ ചുട്ടിട്ടോ നമുക്ക് ഏത് ഫ്രൈ അങ്ങനെ തവ ഫ്രൈ ആണോ എന്താന്ന് വെച്ചാൽ അത് സെറ്റാക്കി തരും. അപ്പം നമ്മൾ 2 കരിമീനാണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുള്ളത്. ഞാൻ എപ്പം വീട്ടിൽ നിന്ന് ഇങ്ങനെ കരിമീൻ ചുട്ടിട്ട് കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ ആയി നോക്കൂ, പക്ഷെ കരിമീൻ കിട്ടൂല. അപ്പോൾ പിന്നെ വീട്ടിൽ നിന്നല്ലെങ്കിൽ സാറില്ല പുറത്തുനിന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കരിമീൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുന്ന ടൈം എനിക്ക് നല്ല രീതിക്ക് ജലദോഷവും തണുപ്പും എല്ലാം കൂടി ആയിട്ട് സൈഡായിട്ടാണ് ഉള്ളത്. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാനും എല്ലാം ഡിലേ ആയിപ്പോയത്. പെരുന്നാൾ കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്കും ആയിപ്പോയി. തിരക്ക് കഴിയുമ്പോഴത്തേക്കും തണുപ്പ് പിടിച്ച് സൈഡായി.
അങ്ങനെയെല്ലാം മൊത്തത്തിൽ അങ്ങ് ഡിലേ ആയിപ്പോയി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞത് ഒരു രക്ഷയില്ല കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഇതാ നമ്മുടെ കിറ്റിൽ ഉള്ള ഫസ്റ്റത്തെ ഐറ്റം വന്നിട്ടുണ്ട്. കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തതും പിന്നെ സമൂസ പിന്നെ ഒരു കായ്പോള ഇതെല്ലാം കേട്ടോ ഉണ്ടായത്. ഫ്രൂട്ട്സിൽ ആപ്പിള്, ബത്തക്ക, പപ്പായ, പൈനാപ്പിൾ ഇതെല്ലാം ഉണ്ടായത്. പിന്നെ 2 ജ്യൂസാണ്, ഒന്ന് ഷമാമും പിന്നെ ഒന്ന് ഒരു പൈനാപ്പിളാ ഓറഞ്ച് അങ്ങനെ എന്തോ തോന്നുന്നത്. ആ ഒരു 2 ജ്യൂസും ഉണ്ടായിട്ടുണ്ടേനു. പിന്നെ ഒരു പ്ലേറ്റ് നെയ്ച്ചോറ്, ഗീ റൈസ് ഉണ്ടല്ലോ, നെയ്ച്ചോറും പിന്നെ ഒരു പൊറോട്ടയും പിന്നെ ചിക്കൻ കറിയാണ്. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഓർഡർ ആക്കിയിട്ടാണ് ഉണ്ടായത്. കിറ്റ് നമുക്ക് 3 എന്തായാലും കിറ്റ് മതിയാവില്ലല്ലോ. പിന്നെ ഇതാ ജ്യൂസിൽ ക്യാരറ്റ് ജ്യൂസിന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ക്യാരറ്റ് ജ്യൂസ് ഇല്ലാന്ന്. അങ്ങനെ ഞാൻ പിന്നെ മുന്തിരി ജ്യൂസിന് ഓർഡർ ചെയ്തു. ഞാൻ എവിടെ പോയാലും ഫസ്റ്റ് ക്യാരറ്റ് ജ്യൂസ് ഉണ്ടോന്ന് കേട്ടോ ചോദിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്യാരറ്റിൻ്റെ ഫ്രഷ് ജ്യൂസ്. അപ്പം അതില്ലെങ്കിൽ പിന്നെ സെക്കൻഡ് ഓപ്ഷൻ അധികവും മുന്തിരി ആയിരിക്കും. അങ്ങനെ മുന്തിരി ജ്യൂസും ബത്തക്ക ജ്യൂസും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മുടെ പ്ലേറ്റ് എല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കരിമീൻ ഫ്രൈ ഇവിടെ റെഡിയാക്കി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലുണ്ടായിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റ് വരും കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ അപ്പത്തിനും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല പൂ പോലത്തെ ഒരു അപ്പനും നല്ല ഷേപ്പ് ഉണ്ട് അപ്പം കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ മോക്കും കൂടി ഒരു പ്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ മോള് ഫുഡ് ചെയറും കൂടി ഉണ്ട് അവിടെ. അപ്പോൾ അതിലങ്ങനെ ഇരുത്തിയിട്ട് സെറ്റാക്കാന്ന് വിചാരിച്ച്. മോൾ അധികം ഇരിക്കൂല കേട്ടോ ഫുഡ് ചെയറിൽ. അപ്പം എന്തോ ഭാഗ്യത്തിന് ഇപ്രാവശ്യം ഇരുന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എക്സ്ട്രാ പൊറോട്ടയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അപ്പം അത്ര വലിയ ഇഷ്ടമല്ല. അപ്പം കഴിക്കുന്നെങ്കിൽ തേങ്ങപ്പാലും പഞ്ചസാരയെല്ലാം കൂട്ടി കഴിക്കണം കേട്ടോ, അല്ലാണ്ട് കറി വെച്ചിട്ട് കഴിക്കുന്നത് ഇഷ്ടമേ അല്ല. അതുകൊണ്ട് തന്നെ പിന്നെ പൊറോട്ടയ്ക്ക് ഓർഡർ ചെയ്തതാണ്. അങ്ങനെ ഇതാ മോളവിടെ അടങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, എന്താ പറ്റിയെന്ന് അറിയില്ല. അപ്പം നമ്മൾ ചിക്കൻ ലോലിപോപ്പും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ഇങ്ങനെ മഴ പെയ്യുന്നത് കാണുന്നു. പെട്ടെന്നൊന്ന് സ്തംഭിച്ചു പോയി കേട്ടോ, പുറത്ത് മഴ പെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇത് ആർട്ടിഫിഷ്യലായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തതാണ്. അങ്ങനെ നമ്മുടെ നോമ്പ് തോരെ നിസ്കാരെല്ലാം കഴിയുമ്പോഴത്തേക്കാണ് സമയം ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓട്ടോയിലാണ് കേട്ടോ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയത്. അപ്പോഴേക്കും തക്ബീർ ചൊല്ലുന്നുണ്ടായിരുന്നു. അപ്പോൾ തക്ബീർ കേട്ടപ്പോൾ അതേട്ടോ നാളെ പെരുന്നാളെല്ലാം തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല. നാളെയും കൂടി നോമ്പാവെന്ന് വിചാരിച്ചതേനു. അങ്ങനെ ഇങ്ങനെ പെരുന്നാളായില്ലേ, അപ്പോൾ എനിക്ക് കുറച്ച് ക്രഞ്ചീസ് വേണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്തുള്ളൊരു ഫാൻസി പോലെ കണ്ടിട്ട് അവിടെ കയറിയതാണ്. അപ്പോൾ അവിടെ കുട്ടികളെല്ലാം നല്ല നല്ല ഫ്രോക്ക് കണ്ടിട്ട് പിന്നെ ക്രഞ്ചീസിൻ്റെ ഭാഗത്ത് നോക്കിയിട്ടേ ഇല്ല. പിന്നെ മോക്ക് എന്തെങ്കിലും ചെറിയ ഫ്രോക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കലാന്ന്. ഞാൻ അങ്ങനെ ഫ്രോക്ക് എടുക്കലേ ഇല്ല കേട്ടോ. എനിക്ക് അധികം കണ്ണിപ്പടിക്ക ഈ ട്രൗസർ, ജീന്, ഷർട്ട്, ടീഷർട്ട് ഞാൻ അങ്ങനത്തെയാണ് അധികം എടുക്കുക. അപ്പോൾ ഹസ്ബൻഡ് എപ്പോൾ പറയും ഈ പാവാടിയും ഗൗണും എല്ലാം ഇട്ട് കൊടുക്കും, പെണ്ണല്ലേ പെണ്ണിനെ പോലെ നടത്തിക്കുന്നു കേട്ടോ. അങ്ങനെ ഒരു ഫ്രോക്ക് എടുത്തിട്ടുണ്ടേനു. ചെറിയ 300 ആ ഒരു റേഞ്ചാണ് കേട്ടോ, പക്ഷെ നല്ല അടിപൊളി ഫ്രോക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പരിപാടികളെല്ലാം കഴിഞ്ഞ് വീട്ടിലെന്താ തന്നെ 9-10 മണിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ രാവിലേക്കുള്ള പെരുന്നാളാണല്ലോ, ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഉള്ളി കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് നാടൻ മുട്ടയും കൂടി വാങ്ങി വെച്ചിട്ടുണ്ടേനു. അപ്പം അത് നമുക്ക് പെരുന്നാൾക്ക് മറ്റേ മുട്ടമാല ഉണ്ടല്ലോ അതാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതാണ്. അങ്ങനെ പിന്നെ പേരക്കെല്ലാം കട്ട് ചെയ്തത് കഴിച്ചു. പേരക്ക ഇപ്പോൾ പിന്നെ എപ്പോൾ വീട്ടിലുണ്ടാകും കേട്ടോ. വീട്ടിലെ മുറ്റത്ത് കുറേ പേരക്ക ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെ വയറ്റിലും കുറേ പേരക്ക എത്തുന്നുണ്ട്. പിന്നെ ഫ്രൂട്ട് സലാഡ് ആക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ അധികം ഫ്രൂട്ട്സ് എല്ലാം ഇട്ടിട്ടുള്ള കസ്റ്റേർഡ് നമുക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ആപ്പിളും പൂവമ്പഴം കൂടി മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ കസ്റ്റേർഡിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പിന്നെ പെട്ടെന്ന് കസ്റ്റേർഡ് ആക്കിയിട്ട് അതിൽ മിക്സ് ആക്കിയാൽ മതിയല്ലോ. അതുകൊണ്ട് തന്നെ ആപ്പിളും പൂവമ്പഴവും മാത്രമേ കട്ട് ചെയ്ത് വെക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് നട്ട്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബദാമും പിന്നെ നമ്മൾ കാഷ്യൂസും പിന്നെ കുറച്ച് ഈത്തപ്പഴം കൂടി ഇടുന്നുണ്ട്. ഈത്തപ്പഴം ഇട്ടാണ് കസ്റ്റേർഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കസ്റ്റേർഡിൽ ഈത്തപ്പഴം കടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കസ്റ്റേർഡിനുള്ള ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ച് ഉള്ളിയെല്ലാം ഒന്ന് ക്ലീൻ ആക്കി വെച്ച് ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം ഒന്ന് ഒതുക്കി വെച്ച്. അപ്പോൾ ഇതെല്ലാം കേട്ടോ നമ്മൾ തലേന്ന് ചെയ്തിട്ടുണ്ടായത്. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചിട്ട് ഫുഡെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പെരുന്നാളിൻ്റെ തലേന്നല്ല, അതുകൊണ്ട് തന്നെ ആണപ്പത്തിലാണ് കേട്ടോ ആക്കിയിട്ടുണ്ടായത്. പിന്നെ മീൻ പൊരിച്ചിട്ടുണ്ടേനു. അപ്പോൾ അയക്കൂറ പോലെ ഏതോ ഒരു മീനാണ്. പിന്നെ ഉമ്മ ആക്കിയ അച്ചാറുണ്ടല്ലോ, അപ്പോൾ ആ ഒരു അച്ചാറും ഉണ്ട്. പിന്നെ കല്ലുമ്മക്കായ് പൊരിച്ചതും ഉണ്ടായിട്ടുണ്ട്.
അങ്ങനെ ഇതാ എല്ലാം കൂടി സെറ്റാക്കി നമ്മളെല്ലാവരും ഫുഡെല്ലാം കഴിച്ച് പിന്നെ മൈലാഞ്ചിടലും പരിപാടികളും എല്ലാം ആയിട്ട് 2 മണിയിലായിട്ടുണ്ട് കേട്ടോ ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്നാൽ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.